ലെറ്റ് us see a day in my life in കേരളം. അറിഞ്ഞായിരുന്നോ? കേരള ഇപ്പൊ കേരളമായി മാറി. ഇതിനിടയിൽ ഇവരെങ്ങാണ്ട് കേരളം എന്നൊക്കെ ആക്കാൻ പോയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നടന്നില്ല എന്ന് തോന്നുന്നു. ഭാഗ്യം. കേരളം ഇസ് മച്ച് ബെറ്റർ. എന്തേ കേരളം എത്ര സുന്ദരം അല്ലേ? അപ്പൊ എനിവേ ഡേ ഇൻ മൈ ലൈഫ് ഇൻ മൈ ഹോം വാസ് ലൈക്ക് ദിസ്. ആദ്യം ഞങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി. ദിസ് ഇസ് മൈ സിസ്റ്റർ. സോ എന്റെ റീറ്റെയിലർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയത്. സോ യെസ്, എനിക്ക് റീറ്റെയിലർ ഉണ്ട്. ഞാനത് രാത്രി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. 8ാം ക്ലാസ്സിലായപ്പോഴാണ് ഞാൻ കമ്പി ഇട്ടത്. പിന്നെ കമ്പി ഇട്ട് കഴിഞ്ഞ് അത് ഊരി കഴിഞ്ഞപ്പോൾ റീറ്റെയിലർ ഇടാൻ തുടങ്ങി. ഇതിന്റെ ഇടയിൽ നമ്മൾ റീറ്റെയിലർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ടല്ല ചേഞ്ച് ആക്കിയത്. ഇതിന്റെ റീറ്റെയിലർ കാണാണ്ട് പോയി എവിടെയോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പുതിയ റീറ്റെയിലർ വാങ്ങിക്കേണ്ടി വന്നു. എനിവേസ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ സിനിമയ്ക്ക് പോയി. അതിന്റെ ഇടയിൽ ഒരു ഷാർജയും പിന്നെ അവിടെ ഒരു നാരങ്ങ സോഡയാന്ന് തോന്നുന്നു എന്തൊക്കെയോ കയറ്റി. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയ്ക്ക് പോയി. യെസ്, ഞങ്ങൾ വാഴ 2 കാണാനാണ് പോയത്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിൽ ഇതൊരു പഴയ വീഡിയോ ആണ്. യെസ് ഗൈസ്, ദിസ് ഇസ് ഓൾഡ് വീഡിയോ. ബട്ട് യെസ്, എന്തായാലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവുക. സോ ഞങ്ങൾ പോപ്കോൺ ആൻഡ് വാഴ 2 കണ്ടു. തൃപ്പൂണിത്തുറയിൽ ഒരു തിയേറ്ററിലാണ് കേട്ടോ പോയത്. തൃപ്പൂണിത്തുറ സെൻട്രൽ എന്നാണ് തോന്നുന്നത് ആ തിയേറ്ററിന്റെ പേര്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഒരു സ്നാക്സ് വാങ്ങിയായിരുന്നു വീട്ടിൽ വന്നിട്ട് കഴിക്കാനായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. സോ ഇതിന്റെ കാർ പോർച്ചിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. കാരണം ഈ പക്ഷിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി. ആൻഡ് എനിക്കിങ്ങനെ പക്ഷികളൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഫീലിംഗ് വരും, മരിച്ച ആരോ വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങനെ ഫീൽ വരും. സോ ഐ ഓൾവേസ് ലൈക്ക്, പ്രത്യേകിച്ച് ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിസിറ്റ് ചെയ്യണമെങ്കിൽ. എന്തായാലും ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റെയർ ആയിട്ട് തോന്നി. സോ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓടിപ്പോകും. അപ്പൊ അങ്ങനെ എന്റെ അമ്മയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ അരിയൊക്കെ ഇടാറുണ്ട്. അപ്പൊ എപ്പോഴും പ്രാവുകൾ വീട്ടിൽ വരാറുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ.